വളരെ സ്നേഹമുള്ളൊരു അമ്മയായിട്ട് നമുക്ക് ആദ്യം പൊന്നമ്മാൻ്റിയുടെ മുഖമാണ്. അതെനിക്ക് തോന്നുന്നു പൊന്നമ്മാൻ്റി അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തുകൊണ്ടാവാം നമുക്കൊരു കുറച്ചൊരു ദുഷ്ടയായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു അമ്മായിയമ്മ പോലെ കാണിക്കുന്ന ഒരു അമ്മായിയമ്മയായിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്കൊരിക്കലും പൊന്നമ്മാൻ്റിയുടെ മുഖം ഓർമ്മ വരികയില്ല. അത് മലയാളികളുടെ മനസ്സിൽ അങ്ങ് എന്താ പറയുക പ്രതിഷ്ഠ നേടിയൊരു അങ്ങനെ ഒരു ഇമേജാണ് പൊന്നമ്മാൻ്റിക്കുള്ളത്. അമ്മ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. ആ ഫീൽ എന്നും വളരെ കുറച്ച് പേരുടെ മുഖം മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ അങ്ങനെ ഒരു സ്ഥാനത്ത്. പൊന്നമ്മാൻ്റിക്ക് ഇനിയും ഒരുപാട് ആരോഗ്യം ദൈവം കൊടുക്കട്ടെ, ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ ഉള്ള ഒരു അവസരവും ദൈവം ഉണ്ടാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാവ്യ നിറഞ്ഞു പറഞ്ഞാണ്. വേറെ മോളും കൂടെ ഉണ്ട്. നവ്യ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. പൊന്നൂസേ, നവ്യനോട് പറഞ്ഞാണ് ഇത് ചോദിച്ചിരിക്കണം, എന്നിട്ട് കിട്ടുന്ന ഉത്തരം എന്നോട് പറയണം. പൊന്നൂസേ, ആരോടും പറയാത്ത ഒരു രഹസ്യം നമുക്കിടയിലുണ്ട്. അതായത് നവ്യക്കും ചേച്ചിക്കും ഇടയിൽ. അതെന്താണെന്ന് ഓർമ്മയുണ്ടോ? ഞാനും ചേച്ചിയും അതിതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. വെട്ടാസേട്ടനോട് പറഞ്ഞേക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കൂട്ടിച്ചേർക്കുന്നില്ല, അത് പിന്നെ പറയാം. ഓർക്കുന്നില്ല എന്നാൽ എന്തോ ഒരു രഹസ്യം നിങ്ങൾക്കിടയിലുണ്ട്. നിങ്ങൾ രണ്ടുപേരും മനസ്സൂക്ഷിക്കുന്നുണ്ട്. എന്തായാലും ആ രഹസ്യം ഞാൻ നവ്യയെ കൊണ്ട് പറയിപ്പിക്കും. ആ എന്താണെന്ന് ഞാനൊന്നും ചേച്ചി മറന്നു പോയോ? ശരിക്കും പറഞ്ഞാൽ അമ്മയാണ് എനിക്ക്. അതേ അഭിനയിക്കുന്നതാണോ? അയ്യേ എന്തിന്? പക്ഷെ വലിയ രഹസ്യമാണെന്നാ പറഞ്ഞേ. ചെറിയ രഹസ്യമൊന്നും അല്ലെന്നാ പറഞ്ഞത്. പെണ്ണിനെ പെണ്ണിനെ കൊണ്ട് പറയിപ്പിക്കണം. അണ്ടാ പെണ്ണ് ചോദിക്കുന്നുണ്ട്, തുടർന്ന് ചോദിക്കുന്നുണ്ട്. പെണ്ണ് എന്നോട് എത്ര ഇഷ്ടമുണ്ട് എൻ്റെ പൊന്നൂസ് ചോദിക്കുന്നു. ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ആ വിളിയിൽ തന്നെ അറിഞ്ഞൂടെ അവൾക്ക് എന്നോട് ഒത്തിരി ഇഷ്ടമാണെന്ന്. എല്ലാ പിള്ളേരും എന്നെ പൊന്നൂസെന്നാണ് വിളിക്കുന്നത്, ചേച്ചിന്നും അമ്മയെന്നും അല്ല കേട്ടാ. ഒരുപാട് പേര്, കൽപ്പന, കലാരഞ്ജിനി, ഉർവശി, പൊന്നുട്ടി ഒന്ന് കൂട്ടി, പൊന്നുട്ടി ഒരു ഡോസ് കൂട്ടി. പിന്നെ സായി, അങ്ങനെ എല്ലാവരും, മിക്കവാറും എല്ലാവരും വലിയവരൊക്കെയാണ് ചേച്ചിന്നും അമ്മയെന്നും വിളിക്കുന്നത്. പിള്ളേർ ഗ്രൂപ്പ് അവർക്ക് എല്ലാവർക്കും ചേച്ചിയോട് ഇഷ്ടമാണ്. ചേച്ചീനെ പൊന്നൂസ്, പൊന്ന്, പൊന്നമ്മ, ചേച്ചി, അമ്മ, അമ്മുമ്മ, അങ്ങനെ പല പേരും വിളിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ചോദ്യത്തിൽ ഉത്തരം പറയണം. വരട്ടെ. മിക്കവാറും സിനിമയിലുള്ള എല്ലാ ഹീറോക്കളുടെയും അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ പൊന്നിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നിയ, അതായത് അയ്യോ ഇതെൻ്റെ മകനാണ്, കൂടെ നിൽക്കുമ്പോൾ സ്വന്തം മകനോട് നിൽക്കുന്ന പോലെ, പിന്നെ വളരെ ഒരു കെമിസ്ട്രി എന്നൊക്കെ പറയില്ലേ, അമ്മയും മകനുമായിട്ടുള്ളൊരു കെമിസ്ട്രി, അങ്ങനെ തോന്നിയ നടൻ ആരാണ്? ആരാണെന്നൊന്നും പറയാൻ പാടില്ല, ആരെങ്കിലും ഒരു നടൻ്റെ പേര് പറയണോ? ശീലക്ക് എന്തൊരു ദേഷ്യം മനസ്സിൽ കിടപ്പുണ്ട്. പറയട്ടെ. പറ. മോഹൻലാൽ. സ്വന്തം മോന, എൻ്റെ സ്വന്തം മോന, ജനിക്കാതെ പോയ. അത് ലാല് എൻ്റെ 50-ാം വർഷം ആഘോഷത്തിന് പറഞ്ഞു, ആ വയറ്റിൽ ജനിക്കാതെ പോയ മകനാണ് ഞാൻ. അതിൻ്റെ അപ്പുറത്തൊരു ഒരുപാട് ഇഷ്ടമാണ്.